അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് ADHD നിങ്ങൾക്ക് ഇടയ്ക്ക് കേട്ടല്ലേ ഇപ്പം നമ്മൾ ഭഗത് ഫാസിലിനൊക്കെ ഇതുണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയൊരു സംഭവമാണ്. അപ്പോൾ ADHD എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണെന്ന് നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ അവർക്കൊരു കാര്യം ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഫോക്കസ് നമുക്കൊരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കാനൊന്നും മിക്ക കൂട്ടർക്കൊന്നും നമുക്ക് പറ്റത്തില്ല, ഇത്തരം സ്വഭാവത്തിലുള്ളവർക്ക്. വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളെപ്പോഴുള്ള വിരുവിരുത്ത സ്വഭാവം എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് കാണും. കാരണം ഒരു കാലത്ത് ഒരു പർട്ടിക്കുലർ കാര്യത്തിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ചില കുട്ടികളെ കണ്ടാൽ മനസ്സിലാവും, അവർ ഭയങ്കര വികൃതിയായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, അവർ ബാല്യകാലത്ത് അവരൊരു കുസൃതിത്തരത്തിൻ്റെ ഫലമാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കും. പക്ഷേ അവർക്ക് പലർക്കും എന്താണ് ഈ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. അപ്പോൾ അവർക്ക് ഈ പ്രശ്നങ്ങളുണ്ടെന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നിടത്ത് നിന്ന് അവർക്ക് അറിയാൻ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അതാണ് ഇൻഡിവിജ്വൽസ് സ്വയം തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ട്രെങ്ത്സ് ആൻഡ് അഡാപ്റ്റബിലിറ്റി നോക്കാം. അതായത് നമ്മളിപ്പോൾ ADHD എന്ന് പറയുന്നത് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് വളരെയധികം ക്രിയേറ്റിവിറ്റി കാണും, പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യും. കാരണം അവർക്ക് ഒരു സ്ഥലത്ത് തന്നെ ഈ പ്രോബ്ലം ഉള്ളൊരവസ്ഥയിൽ അവർക്ക് അതിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് അവർക്ക് കൂടുതലായിരിക്കും. അഡാപ്റ്റബിലിറ്റി, ഏതൊരു സിറ്റുവേഷനിലെയും പോസിറ്റീവായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റും, ഇത്തരത്തിൽ ADHD ഉള്ള കുട്ടികൾക്ക് പറ്റും. ഈ ഒരു സ്ട്രെങ്ത്സ് ആൻഡ് ലേണിംഗ് ടു ഹാർനസ് ദം ക്യാൻ ബി പവർഫുൾ ടൂൾ ഇൻ നാവിഗേറ്റിംഗ് ദ ഡൈനാമിക്സ് ഓഫ് ADHD. ഈ ഒരു ടൂൾസാണ് എന്താണ് നമ്മൾ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പോസിറ്റീവ്സും കൂടി കാണാം. അത്തരത്തിൽ നമ്മുടെ ഈ ADHD ഉള്ള കുട്ടികളുടെ പോസിറ്റീവ്സാണ് ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, അഡാപ്റ്റബിലിറ്റി. ഇനിയുള്ളതെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഓരോ വ്യക്തികൾക്കും എന്താണ് ഓരോ പോസിറ്റിവിറ്റി കാണും അല്ലേ. അപ്പോൾ നമ്മുടെ ADHDക്കുള്ള പോസിറ്റിവിറ്റീസൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇത് തടയിടാനായിട്ട് അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം. മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ബിഹേവിയർ തെറാപ്പി, ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ചുറ്റുപാടിലുള്ള മാറ്റം, ഇവയൊക്കെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ADHDയെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് ആ ഒരു പോയിൻറ്റ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, എന്തൊക്കെ കൊണ്ട് നമുക്ക് ADHD എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത്. ഇനിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു സപ്പോർട്ടീവ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഒരു ഗൈഡൻസ്, അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ അവർക്ക് റിസോഴ്സസൊക്കെ കൊടുക്കണം. ഇങ്ങനെയുള്ളവരൊരു ഗ്രൂപ്പ് തന്നെ നമുക്ക് ഫോം ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശാനുസരണം ഇപ്പോൾ തെറാപ്പി ആയിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം ഇത് ഒരു ഡിസോർഡർ നമുക്ക് പറയാൻ പറ്റത്തില്ല, എല്ലാവരിലും മിക്ക പേഴ്സൺസിലും ഉള്ള കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ബിഹേവിയറൽ തെറാപ്പി കൊണ്ടൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് വേണം. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ സക്സസ്സൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതെത്ര വലുതാണെങ്കിലും നമ്മളിപ്പോൾ ചെറുതാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ഫോണിലൊക്കെ വേണമെങ്കിൽ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഒരു കാര്യത്തിൽ ഫോക്കസ് ടൈമിങ്ങൊക്കെ വെച്ചിട്ടേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇതിലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ADHDയെ പറ്റിയുള്ള സിമ്പിളായിട്ടുള്ള വിവരമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.